So what's up മച്ചാന്മാരെ, it's your boy and welcome back to my channel. അപ്പോൾ ഗായ്സ്, ഞാൻ കുറേ നാളുകളായിട്ട് വീഡിയോ ചെയ്യാനൊരു കണ്ടന്റ് ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് എൻ്റെ പുതിനയില വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബി റോൾസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കുറേ ബി റോൾസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു സംഭവം ക്ലിക്കായത്. എന്താണെന്നല്ലേ, നമ്മുടെ ഈ പുതിനയില വെച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ പുതിനയില വെച്ച് എന്തുണ്ടാക്കാമെന്ന് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു സംഭവം കിട്ടിയത്. മൊജീറ്റോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനം. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് MOJITO അങ്ങനെയാണ്. സോ അങ്ങനെ എനിക്ക് പറയാൻ പോലും അറിയാത്ത സാധനം ഉണ്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിന് 2 വേർഷൻസ് ഉണ്ട്. ആൽക്കഹോളിക് വേർഷൻ ഉണ്ട് ആൻഡ് നോൺ ആൽക്കഹോളിക് വേർഷൻ ഉണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോൺ ആൽക്കഹോളിക് വേർഷനാണ്. സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് പിക്ക് സം മിന്റ് ലീവ്സ്. ഇത് ഞാൻ ലോക്ക്ഡൗണിൽ തുടങ്ങിയ ഒരു കൃഷിയാണ്. വെറുതെ ഒരു തണ്ട് വെച്ചതുള്ളൂ, പടർന്ന് പന്തലിച്ച് കൊച്ചു കള. അപ്പോൾ നമ്മളൊന്നും നോക്കാതെ ചന്ന പിന്നെ എല്ലാം അങ്ങ് പിച്ചെടുക്കണം. അപ്പോൾ കഴിച്ച് ഞാൻ 2 ഗ്ലാസ് ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് ഇത്രയും പുതിനെല്ലാം മതിയാണ്. നല്ല നീളമുള്ളൊരു ഗ്ലാസ് എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മുടെ പുതിനയില ഇടുക. പുതിനയില ഇടുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടോ തട്ടിയിട്ടോ ഇടുക. അതാകുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് പുറത്ത് എളുപ്പമായിട്ട് ഇറങ്ങും. നമുക്ക് അടുത്തത് വേണ്ടത് ലൈമാണ്. ഒരു ലൈമിൻ്റെ പകുതി എടുത്ത് സ്ലൈസസ് ആക്കിയിട്ട് നമുക്കിനി അതും കൂടെ അതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇനി നമുക്ക് ഈ പുതിനയിലയും നാരങ്ങയും ക്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്രഷറൊന്നുമില്ല, അത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലകയില്ലേ, പിൻ, അത് വെച്ച് നമുക്ക് ഇത് നാരങ്ങ ഇടിച്ച് ചതച്ച് സെറ്റാക്കി എടുക്കാം. ഈ നാരങ്ങയുടെ നീര് പുറത്ത് വരുന്നവരെ മാത്രമേ ഇത് ഇടിക്കാവൂ, അല്ലെങ്കിൽ ആ തൊലിയുടെ കയ്പും കൂടെ അതിനകത്ത് വരും. അത് സൂക്ഷിക്കാം. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൗഡേർഡ് ഷുഗറാണ്. അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ പൗഡേർഡ് ഷുഗർ എടുത്തേക്കുന്നത് എളുപ്പം അലിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റെഗുലർ ഷുഗർ യൂസ് ചെയ്യാന്നുള്ളൂ, പക്ഷേ അലിയിച്ചെടുക്കണം എന്നുള്ളൊരു സംഭവമുള്ളൂ. അങ്ങനെ നമ്മുടെ ഷുഗർ ഫുള്ളി ആ ലൈം ജ്യൂസുമായിട്ട് മിക്സ് ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ക്രഷ്ഡ് ഐസാണ്. അതിനിങ്ങനെ ക്യൂബ്സായിട്ട് എടുത്തിട്ട് ഒരു തവച്ച് അടിച്ച് പൊട്ടിച്ച് ക്രഷാക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്ലാസ് ഫുള്ള് നമ്മുടെ ഈ ക്രഷ്ഡ് ഐസ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ താരം. ഞാൻ ഇവിടെ 7 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാർബണേറ്റഡ് ഡ്രിങ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഐസ് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഈ 7 ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മൊഹിറ്റോ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിചാരിക്കില്ലേ ഈ നോൺ ആൽക്കഹോളിക്കും ആൽക്കഹോളിക്കും ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന്. നമ്മൾ ഈ 7 ഒഴിക്കുന്നതിന് മുമ്പ് 1 ഔൺസ് വൈറ്റ് റമ്മും കൂടി ഒഴിച്ചാൽ അതാണ് ആൽക്കഹോളിക് മൊഹിറ്റോ. അപ്പോൾ നമ്മുടെ മൊഹിറ്റോ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗാർണിഷ് ചെയ്യണ്ടേ. ഞാൻ ഒരു പുതിനയിലയുടെ ടിപ്പ് വെച്ച് ഗാർണിഷ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ചില്ലി വെച്ച് ഗാർണിഷ് ചെയ്യാം, ലെമൺ സ്ലൈസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. സഹൃദരെ, അടുത്തതായി വരുന്ന ചേഴ്സോട് കൂടി നമ്മുടെ നാടകം ഇവിടെ സമാപ്തമാകുകയാണ്. ആടി അപ്പോൾ ഗായ്സ്, നിങ്ങൾ സാധാ ലൈമും കുലുക്കിയൊക്കെ കുടിച്ച് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുന്നേ, പൊളിയായിരിക്കും. നല്ല റിഫ്രഷിംഗ് ആണ് സംഭവം. ഇത് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കി കുടിക്കുന്ന കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ മൊഹിറ്റോ വീഡിയോ. നമ്മൾ എവിടുന്നോ തുടങ്ങി എവിടെയോ എത്തിയില്ലേ, അതാണ് നമ്മുടെ വൈബ്. അപ്പോൾ ഈ മൊഹിറ്റോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ലൈം സെപ്പറേറ്റ് ആയിട്ട് കുടിച്ചുകൂടെ, 7 സെപ്പറേറ്റ് ആയിട്ട് കുടിച്ചുകൂടെ എന്ന്. അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് യുവർ ബോയ് ഒമാനി സൈനിങ് ഔട്ട്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.